Good morning to all. Good morning, miss. Good morning, ma'am. Good morning. Good morning, ma'am. Okay, start here now. Start with prayer. Let us say Good morning to all. Good morning, respected teacher and my dear friend. I am Rashida. I will be the coordinator for today's class. It gives me great pleasure to welcome you all this session. I hope this session will be useful and enjoyable for everyone. And I hope everyone doing well and ready to learn something new today. Thank you for your support and cooperation. To start this beautiful day by seeking blessing and peace. Let's start our day with the positivity and gratitude. Let's bow our heads and pray with the devotion. I request to Miria to lead us in prayer. Welcome, Miria, for the prayer. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. Thank you, Miria. It's a very wonderful prayer. Next, I would like to welcome Reshma to sign in. A warm good morning to all. I warmly invite Ashwini Miss and all teachers today for today's class. Thank you. Thank you, Reshma. Now it inspires our mind and set a positive tone for the day. It's time to listen to the thought of the day, which reminds us our values and good character. I invite Ashwini to share today's thought of the day with all of us. Welcome, Ashwini. You cannot change your future, but you can change your habits, and surely your habits will change your future. Dr. APJ Abdul Kalam. Thank you. And very great thought. Welcome, Ashwini ma'am, for the class. okay. So, how are you all? Fine, ma'am. Good, ma'am. നിങ്ങളുടെ ഈ പറയുന്ന കോർഡിനേഷൻ ഫസ്റ്റ് ഒരു പ്രയർ ഇതിനെ കുറിച്ച് ഏതെങ്കിലും ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പ്രസന്റേഷൻ സ്റ്റൈൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അശ്വതി മാം പറയാറുണ്ട്, മറ്റേ അശ്വതി മാം പറയാറുണ്ട്, അങ്ങനെ ജിഷ മാം പറയാറുണ്ട്. എല്ലാരും പറയും. കാരണം ഇതേപോലെ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ബാച്ച് ഉണ്ടായിട്ടില്ല. ഞാൻ പഠിപ്പിച്ചതില് ഇതായിട്ടില്ല. ഭയങ്കര രസമാണ്. എന്ത് രസമായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. ഭയങ്കര എന്താണ്, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതാണ് കേട്ടോ. ആർക്കോ വേണ്ടി ചെയ്യുന്നൊരു കാര്യമില്ല. അതെല്ലാം നിങ്ങള് വളരെ എന്താ ശരിയാണ്. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോ എല്ലാവർക്കും ബോറടിച്ചു, പറഞ്ഞവരെന്നെ പറയാൻ മടി വരും. പിന്നെ നമ്മളിവിടുന്ന് വിളിച്ച് ചോദിക്കണം, പ്രയറില്ലേ, തൊണ്ടത്തിരയില്ലേ, നമ്മൾ ചോദിക്കണം. ഇത് നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാം. പിന്നെ വേറെ കാര്യം ഒന്നും ചോദിക്കണ്ട, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നേ. ഇത് ഭയങ്കര രസാട്ടോ. താങ്ക് യു മാം. ഞങ്ങളെ ഗ്രൂപ്പിൽ ആരെയും ഇല്ല. ലാസ്റ്റ് ടൈമില് ഇപ്പൊ ആരും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ ഏക്കും ഞാൻ കോർഡിനേറ്റ്, ഞാൻ സെൻഡ് ചെയ്യാൻ ഞാൻ പ്രയത്നം ലാസ്റ്റ് ടൈം വരെ നോക്കും. അങ്ങനെ ആരെയും കമ്പൽ ചെയ്യത്തില്ല അത് ചെയ്യണം എന്നുള്ള.
പക്ഷെ അങ്ങനെ എല്ലാ ബാച്ചിലും പറയുന്ന എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഏത് ബാച്ചിൽ കയറി കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് എന്തായാലും വരും. കാരണം മിസ്സേ ആരും പറയുന്നില്ല, ആരും സമ്മതിക്കുന്നില്ല, എല്ലാവരും പറഞ്ഞു തന്നെ പറയുന്നത് ഒരു കംപ്ലൈന്റ് ഇതുവരെ. ഇപ്പോ 19th ബാച്ചായി ഞാൻ, കുറച്ച് ബാച്ചിലുണ്ട്. സോ എല്ലാ ബാച്ചും ഞാനുള്ള ബാച്ചിന് എല്ലാവർക്കും കംപ്ലൈന്റ് ആണ് പറയുന്നത്. അവര് പരാതി പറയുന്ന. പക്ഷെ ഇവിടെ നോക്കുമ്പോ ആരെങ്കിലായിട്ട് വരുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യാം. അത് തന്നെ ഇങ്ങനെ പോവാട്ടോ. നിങ്ങളുടെ കോർഡിനേഷൻ ആണെങ്കിൽ, നിങ്ങളുടെ ബോണ്ടിങ് ആണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാ, ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാ. ഓക്കെ, രസമാണത്. രസമല്ല, ഭയങ്കര എന്താണ് നമ്മുടെ ലൈഫില് ഇപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ആ ഒരു ബോണ്ടിങ് ആണെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലാണ് ഇപ്പൊ, അല്ലെ? നമുക്ക് ലൈഫിൽ വേണ്ട കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അല്ലെ? നമ്മളെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന കുറച്ച് ഫ്രണ്ട്ഷിപ്പ്. ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് ഇപ്പോ ഈ മോണ്ടിസോറി ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെ? ആണോ? എനിക്ക് തോന്നിയതാണോ? ഇല്ല, കറക്റ്റ് ആണ്. നമ്മളിപ്പോ ഒരു ദിവസം ക്ലാസ്സിൽ കയറിയില്ല, ഞാനിപ്പോ 2 days ആയിട്ട് ക്ലാസ്സിൽ എല്ലാ ദിവസവും സനില മാം ആണ് എന്നും ആ ഒരു റിവ്യൂ ഫുൾ സമ്മറി നമുക്ക് 1 minute 2 minute 3 minute ഫുൾ സമ്മറി ക്ലാസ്സിന്റെ ഇട്ടിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് കയറി കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. ഡെയിലി ഇടും. ആരെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് എന്താ പറയാ, അതൊക്കെ ഒരു എനിക്ക് പേഴ്സണൽ ആയിട്ട് എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എല്ലാം നമുക്ക് തോന്നണം, അല്ലെ? ഇപ്പോ സല്ല ചെയ്യുന്ന പോലെ ഓരോരുത്തരും തോന്നണം. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പറയണം ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് പറയാതെ അറിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ ഒരു മനസ്സ് അത്രയും നല്ലതായതുകൊണ്ടാണ്. എല്ലാവരും, ഒരാളെയും ഞാൻ പറയുന്നില്ല, എല്ലാവരും. ഓക്കെ, നമ്മൾക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ നമ്മൾ ചെയ്യും. മനസ്സിലായോ? അത് മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്നല്ല ഞാൻ പറയാറുണ്ട് എപ്പോഴും, ആരെയും ഹേർട്ട് ചെയ്യരുത്. പക്ഷെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും കുറച്ചെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെപ്പോഴും എന്താണ് നമുക്ക് ഇപ്പോ ബിസ്മിയ റാഷിദ പറഞ്ഞ പോലെ അത് പറയുന്നുണ്ടോ, അത് അവരെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാതെ നമ്മളെ കൊണ്ടാവുന്നത് നല്ലതായിട്ട് തോന്നുന്നു, നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം. ആർക്കാണെങ്കിൽ അതില് നമ്മള് തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അവർ സ്നേഹം കിട്ടാൻ അല്ലെങ്കിൽ നല്ലത് പറയാൻ, അങ്ങനെയൊന്നല്ല. എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ ചെയ്യണം. എക്സ്പെക്ടേഷൻ വരുമ്പോഴാണ് പിന്നെ അതില് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ ആ ഒരു ഇതാണ്, അറിയാലോ. സോ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. എന്ത് തോന്നുന്നു ഓക്കെ. ഞാൻ ക്ലാസ്സിൽ കയറുമ്പോ ഭയങ്കര രസമാണ്. നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, മിക്സിനെ കാണുമ്പോൾ ഒരു അതുപോലെ ക്ലാസ്സിൽ കയറുമ്പോൾ നമുക്ക് അതിന്റെ പോസിറ്റീവ് ഫീൽ ആണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ രസമാണ്. എല്ലാ ക്ലാസ്സിലും അങ്ങനെയല്ല, നമ്മൾ പറയണം. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ വന്നു വിചാരിക്കും, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞ് കയറിയാല് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞ് അയങ്ങിയിരിക്കണം കുറച്ചു നേരം. ഞാൻ ചോദിക്കും പ്രെയർ ആരാ ചോദില്ല. അപ്പൊ അവർ തമ്മിൽ ഒന്ന് ആലോചിക്കും ആരാണാവോ. അങ്ങനെ കുറച്ചു നേരം അങ്ങനെ പോകും. അപ്പൊ പറയും പ്രെയർ ആരെങ്കിലും ചൊല്ലൂ, ആരെങ്കിലും എനിക്ക് ചെയ്യും. പറയും മിസ്സേ എന്റെ ആളാണ് മിസ്സേ പറഞ്ഞത്, ആളൊന്ന് ഇല്ല. അപ്പൊ നമ്മൾ സൊല്യൂഷൻ പറയണം. അന്നൊരു കാര്യം വേറെ ആരെങ്കിലും ഹാൻഡ് ഓവർ ചെയ്ത് അവര് ചെയ്യട്ടെ എന്ന് പറയണം. അങ്ങനെ ഒരാളെ മുന്നോട്ട് വരും. അത് കഴിഞ്ഞ് തൊട്ടത്തിലേക്ക് എന്താ പറയാ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ ഒരു 15 minutes അങ്ങനെയും പോകും. പക്ഷെ നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് അപ്രീഷിയേറ്റ് ചെയ്യണം തന്നെയാണ് കേട്ടോ. ഓക്കെ, പറയണോ തോന്നി എനിക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ ലാസ്റ്റ് നിമിഷമാണ്, റാഷിദ് പറഞ്ഞ പോലെ ലാസ്റ്റ് നിമിഷമാണ് ഈ കോർഡിനേറ്റിംഗ് ടീം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് ശരിക്കും ഞാനും കൂടി ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാനപ്പോ കോർഡിനേറ്റിംഗ് ടീമിലില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോ ഇത് നിർത്തേണ്ട വരുമോ, ആർക്കും താല്പര്യമില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ലാസ്റ്റ് നിമിഷം ഓരോരുത്തരായിട്ട് കടന്നു വന്നു. അപ്പൊ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ചോദിക്കാനും കൂടി നിൽക്കുവാണ്, നമുക്കിത് നിർത്തണോ, എന്താണ് ആരും വരാത്തത് എന്നുള്ളത്. പക്ഷെ മാമിന്റെ ഒരു വാക്കുകൾ കേട്ടപ്പോ ഇനി നിർത്തുന്നില്ല, ഞങ്ങൾ തുടരെ തന്നെ ചെയ്യും. ഞങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നേ ഒരിക്കലും. ഇപ്പൊ നിങ്ങള് ചെയ്യുന്നതും അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നതും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ഷുവറാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓരോ നിമിഷം എൻജോയ് ചെയ്യാൻ ചെയ്യുന്നു, അതെല്ലാം എൻജോയ് ചെയ്ത്
ഹാപ്പി ആയിട്ടിരിക്കും. അനുഭവം ഉണ്ട്. ഓരോരുത്തർ പറയുമ്പോ നമുക്ക് തോന്നും മിസ് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, മിസ് അന്ന് ഞാനത് ചെയ്തില്ല, പക്ഷെ ഇപ്പൊ അത് ഓർത്ത് ചെയ്യുന്നു എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ എത്ര ടൈം ഇല്ലെങ്കിൽ പോലും എല്ലാം ചെയ്യാൻ നോക്കുക. കാരണം ഇത് കഴിയുന്ന കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന സമയം ഉണ്ടല്ലോ, അവര് നിങ്ങൾ ഫുൾ ഫ്രീ ആണ്. നിങ്ങൾ ആലോചിക്കും, ഷോ അന്ന് അത്രയും ബിസി ആണെങ്കിൽ പോലും വളരെ രസമായിരുന്നു, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഫുൾ ഫ്രീയാ, ഒന്നുമില്ല. 10:30 നിങ്ങൾ വെറുതെ ഇരിക്കും. കാരണം നമ്മൾ യൂഷ്വലി എല്ലാ പണികളും കഴിഞ്ഞ് 10:30 ക്ലാസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അന്ന് ക്ലാസ് ഇല്ല, ആ ഒരു മിസ്സിന് ഇപ്പോഴും പറയുന്ന ഒരുപാട് ബാച്ചസ് ഉണ്ട്. ഇപ്പോഴും ഫസ്റ്റ് ബാച്ചിൽ ഇപ്പോഴും പറയുന്നത് 95 ബാച്ചിൽ ഇപ്പോഴും പറയും അവര് എഗെയിൻ ഒന്നുകൂടെ ജോയിൻ ചെയ്താലോ എന്നൊക്കെ വിളിച്ചിരിക്കുന്നുണ്ട്. അത് ഒരു ഫാമിലി പോലെയല്ലേ അല്ലെ? ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയാണ്, ടീച്ചേഴ്സിനാണെങ്കിലും ലൈക്ക് എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ഓരോരുത്തരും പേഴ്സണൽ ആയിട്ട് അറിയില്ലെങ്കിൽ പോലും, ഓരോരുത്തരുടെ പേര് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും ഈ ബാച്ചാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. MT19 ബാച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരെയും അറിയാം. ഓക്കെ, കുറച്ചുപേര് മാത്രമാണ് നമ്മൾ ഓർത്തിരിക്കുള്ളൂ കേട്ടോ. അതൊന്നും വിചാരിക്കരുത്, ബാക്കി എല്ലാവരോടും കൂടി പറയാണ്, ഒന്നും വിചാരിക്കരുത്. കാരണം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും എന്റെ പോലും ഞാൻ ഓർത്തിരിക്കാം അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾ എന്നെ ഡെയിലി കാണാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്നോട് ഒരുപാട് ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കും നിങ്ങൾ. പക്ഷെ എനിക്ക് അങ്ങനെയുണ്ട്, കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. അത് ആ ബാച്ച് ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ ഓരോരുത്തരും ഇപ്പോ എന്നോട് പറയാണ് ഞാൻ സുജിതയാണ് എന്ന് പറഞ്ഞാല് ഞാൻ വളരെ ശരിക്കും എനിക്കറിയില്ല സുജിത എന്ന് പറയുന്ന സുജിത ഇങ്ങനെ ആലോചിക്കണം. പക്ഷെ നിങ്ങൾ പറയാം ഞാൻ MT19 സുജിതയാണെന്ന് പറഞ്ഞാൽ ആ ബാച്ച് ഓക്കെ, നമുക്ക് ബാച്ച് അറിയാലോ. അങ്ങനെയാണ് എല്ലാവരും ഐഡന്റിഫൈ ചെയ്യാട്ടോ. ഓക്കെ, അതിനർത്ഥം നിങ്ങൾ അറിയില്ല എന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ടീച്ചേഴ്സിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. എത്രയോ ബാച്ച് പഠിപ്പിക്കുന്നുണ്ട്, എത്രയോ ബാച്ചിൽ നിങ്ങൾ ഒരേ പേരുള്ള എത്രയോ പേരുണ്ടാക്കുന്നു. ഇപ്പൊ റാഷിദ എന്ന് പേരോട് സ്റ്റുഡൻസ് ഉണ്ട് ബാച്ച് പറയുമ്പോ. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. എൻജോയ് ചെയ്യുക ഓരോ മൊമെന്റ്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. ഓക്കെ, അതെ മതിയല്ലോ. ഒരുപാടൊക്കെ പറയണ്ട, സംസാരിച്ച് ഞാൻ നിങ്ങൾ സംസാരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ആക്റ്റീവ് ആണ്, ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. സംസാരം നിർത്തിയിട്ടുള്ള ക്ലാസ് എടുക്കാൻ അല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്തൊക്കെയായിരുന്നു പറയൂ. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വെച്ച് അവസാനിപ്പിച്ചു, എന്തായിരുന്നു കണ്ടിന്യൂ ചെയ്യുന്നതാണ്? എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, എന്ന് പറയാം. അറിയില്ല. ക്ലാസ്സില് ക്ലോസിനെ പറ്റി അവിടെ പറഞ്ഞു, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. വരിക ഇന്ന് ടെൻഷൻ ഉണ്ടോ? ഇല്ലില്ല ഇല്ല, കഴിഞ്ഞു അല്ലെ? അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് തുടങ്ങിയ. ഗുഡ് മോർണിംഗ്. അപ്പൊ ലാസ്റ്റ് എന്തായിരുന്നു പഠിച്ചത്? ക്ലോസിനെ പറ്റി പഠിച്ചായിരുന്നു അല്ലെ? ക്ലോസ് എന്താണ് ക്ലോസ് എന്ന്, പിന്നെ ക്ലോസിന്റെ ഡിവിഷൻ അല്ലെ? ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഡിപെൻഡന്റ് ക്ലോസ്. അപ്പൊ ഡിപെൻഡന്റിന്റെ ക്ലോസിന്റെ ഡിവിഷൻസ് ഉണ്ട്. നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബ് ക്ലോസ് ഒക്കെ. അപ്പം നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് തുടങ്ങിയായിരുന്നു, അതായിരുന്നു നമ്മുടെ ടോപ്പിക്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലെ സമ്മറൈസ് ചെയ്യാവോ? ആർക്കെങ്കിലും ഒന്ന് സമ്മറൈസ് ചെയ്തൊന്ന് പറയാവോ? എനിവൺ? എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു. ഓക്കെ, പറഞ്ഞു റാഷിദ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസിനെ പറ്റിയാണ് പഠിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കിയത് ക്ലോസിനെ പറ്റിയാണ്. ക്ലോസ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായി അർത്ഥം തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ക്ലോസ് എന്ന് പറയുന്നത്. അതിൽ സബ്ജക്റ്റും ഉണ്ടാവും, വെർബും ഉണ്ടാവും. പിന്നെ ക്ലോസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപെൻഡന്റ് ക്ലോസും. ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ മറ്റൊരു പേരാണ് മെയിൻ ക്ലോസ്. ഡിപെൻഡന്റ് ക്ലോസിന്റെ മറ്റൊരു പേരാണ് സബോർഡിനറി ക്ലോസ്. ഡിപെൻഡന്റ് ക്ലോസിൽ സബ്ജക്റ്റും വെർബും ഉണ്ടാകും, പക്ഷെ മീനിങ് കംപ്ലീറ്റ് ആകില്ല.
ഡിപ്പെൻഡന്റ് ക്ലോസ് ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ കൂടെ ചേരുമ്പോഴാണ് ആ ഒരു സെന്റൻസിന് കംപ്ലീറ്റ് മീനിങ് ഉണ്ടാകുന്നത്. ഡിപ്പെൻഡന്റ് ക്ലോസിനെ തന്നെയാണ് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബ് ക്ലോസ്. അതിൽ നിന്ന് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് എന്നാണ് നമ്മൾ നോക്കിയത്. അഡ്ജക്റ്റീവ് ക്ലോസ് is an independent clause which modifies noun or pronoun. Noun pronoun modify ചെയ്യുന്ന dependent clause ആണ് adjective clause. For example, the girl found my lost wallet. She returned to me. ആ ഒരു സെന്റൻസിൽ who എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ ചേർക്കുമ്പോഴാണ് ആ ഒരു സെന്റൻസിന്റെ the girl who found എന്ന് വരുമ്പോൾ the girl who found my lost wallet she റിട്ടേൺ ഇറ്റ് ടു മീ. അവിടെ ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ എടുത്ത് ചേർക്കുമ്പോഴാണ് ആ സെന്റൻസിന് പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുന്നത്. അതുപോലെ റിലേറ്റീവ് പ്രോനൗൺസ് കൂടെ ചേർത്ത് ഒരു സെന്റൻസിന് ഫുൾ അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു സെന്റൻസ് ഉണ്ടാകുമ്പോഴാണ് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആവുന്നത്. ആ ഒരു നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്ത് ആ ഒരു സെന്റൻസിന് പൂർണ്ണ അർത്ഥം വരുന്ന റിലേറ്റീവ് നൗൺസ് ആഡ് ചെയ്യുമ്പോൾ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആവുന്നു. അഡ്ജക്റ്റീവ് ക്ലോസ് ബിഗിൻ വിത്ത് റിലേറ്റീവ് പ്രോനൗൺ. അത് ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, വെയർ, വൈ അതൊക്കെ ആയിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസിൽ വരുന്ന റിലേറ്റീവ് പ്രോനൗൺസ്. റിലേറ്റീവ് പ്രോനൗൺസ് വെച്ചായിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ് തുടങ്ങുന്നത്. ഹൂ, ഹൂം, ഹൂസ് ഒക്കെ പീപ്പിൾസിനാണ് യൂസ് ചെയ്യുന്നത്. ടൈം, ദാറ്റ്, തിങ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ് ക്ലോസിൽ. ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിലേക്ക് മനസ്സിലായത്. ഓക്കെ റാഷിദ, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ക്ലാസ്. അപ്പം അഡ്ജക്റ്റീവ് ക്ലോസ് ബിഗിൻ ചെയ്യാനായിട്ട് റിലേറ്റീവ് പ്രൊനൗൺസും എന്താണ് റിലേറ്റീവ് ആഡ്വർബ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതാണ്ട് ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, വെയർ, വെൻ, വൈ. അപ്പൊ അതിൽ നമ്മൾ ഹൂവും ഹൂസും എന്താ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. പീപ്പിളിനെ റെഫർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഹൂവും ഹൂമും ഹൂസും. അപ്പം ഹൂ ആക്ട് ചെയ്യുന്നത് എന്താണ്? ഹൂ ആക്ട് ആസ് സബ്ജക്റ്റ്. ഹൂം എന്തിനെ റിലേറ്റ് ചെയ്ത് വരുന്നത്? ആക്ട് ചെയ്യുന്നത് ആക്ട് ആസ് ഒബ്ജക്റ്റ്. ഹൂസ് എങ്ങനെയാ വരുന്നത്? റെഫർ ചെയ്യുന്നത് റെഫേഴ്സ് ടു പൊസഷൻ. അപ്പൊ ആ മൂന്നും അങ്ങനെ റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ ഹൂ ആക്ട് ആസ് സബ്ജക്ട്, whom act as object, whose refers to possession. അപ്പം ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ ബിസ്മയ ടീച്ചർ പഠിപ്പിച്ചു തരും, എക്സാമ്പിൾസ് പറഞ്ഞു തരും. പിന്നെ നമുക്ക് അടുത്തത് വിച്ചും ദാറ്റും നോക്കാം. വിച്ചും ദാറ്റും റിലേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഈ വിച്ചും ദാറ്റും റിലേറ്റ് ചെയ്യുന്നത് ആനിമൽസിനെയും തിങ്സിനെയാണ്. ആനിമൽസ് ആൻഡ് തിങ്സ്. ഓക്കെ, കിട്ടിയോ? വിച്ചും ദാറ്റും ആനിമൽസും തിങ്സും ആണ്. പിന്നെ വൈ റെഫർ, അടുത്തത് നമ്മൾ പറയുവാണെ വൈ റെഫർ ചെയ്യുന്നത് റീസൺസിനെയാണ്. വെന്ന് റെഫർ ചെയ്യുന്നത് ടൈമിനെയാണ്. വൈ, റീസൺ. വെൻ റെഫേഴ്സ് ടു ടൈം. വെയർ എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? വെയർ റെഫേഴ്സ് ടു പ്ലേസ്. അപ്പൊ ഇത്രയും റിലേറ്റീവ് പ്രൊനൗൺസും ആഡ്വേർബ്സും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, വൈ, വെയർ. എല്ലാവർക്കും കിട്ടിയോ? പിടുത്തം കിട്ടിയോ? ഇനി എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ മനസ്സിലാകുവേ. മനസ്സിലായോ? വെൻ, ടൈം, വേറെ എന്തിനാണ് മിസ്സേ ഒന്ന് പറയാമോ? വേറെ പ്ലേസ്. പ്ലേസ്. ഓക്കെ, ഒന്നും കൂടെ പറയണോ അത്? വിച്ചും ദാറ്റും ആനിമൽസിനെയും തിങ്സിനെയും. വൈ, റീസണിനെ. വെൻ, ടൈം. വെയർ, പ്ലേസ്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ് ബിസ്മയ ടീച്ചർ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയോ?
എല്ലാം മനസ്സിലായോ? എന്നാ ഓക്കെ, താങ്ക് യു. ഇനി വിസ്മയ ടീച്ചർ കണ്ടിന്യൂ ചെയ്യുവേ. Yeah, thank you, ma'am. Good morning, friends. Adjective clausesന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സർസൈസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Can you hear me? Okay. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ക്ലോസസ് പറഞ്ഞു തന്നു. മിരിയ ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിച്ചത്? ക്ലോസസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ അതിൽ തന്നെ നമ്മൾ ക്ലോസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപെൻഡന്റ് ക്ലോസും. അപ്പോ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അഡ്ജക്റ്റീവ് ക്ലോസസ് പഠിച്ചു, ഓർ റിലേറ്റീവ് ക്ലോസ്. ഇനി നമുക്ക് അതിന്റെ കുറച്ച് എക്സസൈസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഹൂ, ഹൂം, ഹൂസ്, പിന്നെ അതുപോലെ വിച്ച്, ദാറ്റ്, വൈ, വെൻ, വേർ, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു അല്ലെ? ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ തന്നിട്ടാണ് ഇപ്പൊ മിരിയ മാം പോയത്. അപ്പോ ഹൂ, ഹൂം, ഹൂസ് എവിടെയായിരുന്നു? എന്തിനാണ് റെഫർ ചെയ്യുന്നത്? പീപ്പിൾസിനെയാണ് അല്ലെ? ഇപ്പൊ പറഞ്ഞായിരുന്നു അല്ലെ? പിന്നെ വിച്ച്, ദാറ്റ്, അതൊക്കെ എന്തിനാണ്? അനിമൽസ് ആൻഡ് തിങ്സിന് റെഫർ ചെയ്യുന്നതാണ്. പിന്നെ വൈ, വൈ എന്താണ്? റീസൺസിന്. അതുപോലെ വെൻ, ടൈം അല്ലെ? എപ്പോൾ എന്നുള്ളതിന് ആണ് വെൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ വേർ ആണെങ്കിലോ, വേറെ എന്താ റെഫർ ചെയ്യുന്നത്? പ്ലേസിനെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ എക്സസൈസ് ഒക്കെ. അപ്പൊ എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് എടുക്കാമോ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുവേ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ കേട്ടോ, നമ്മൾ എക്സർസൈസ് ചെയ്യാൻ പോവാണ്. എല്ലാവരുടെ കയ്യിലും ബുക്കും പെന്നൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ, the reason dash he quit his job is still unknown. First one, the reason dash he quit his job is still unknown. അപ്പൊ ഞാൻ ഇതിന് കുറച്ച് എക്സാമ്പിൾസും തരാം. 3 എക്സാമ്പിൾസ് ഓപ്ഷൻസും തരാം കേട്ടോ. ഇവിടെ ഏത് വേർഡ് ആണ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. ദ റീസൺ ഡാഷ്, ഡാഷ് എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ എല്ലാവർക്കും സ്പീഡ് കൂടുന്നുണ്ടോ അല്ലെ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡ് കൂടുതൽ, അപ്പൊ പറഞ്ഞാൽ മതി. The reason dash he quit his job is still unknown. ഇതിന്റെ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അതിന്റെ ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. റെഡിയാണോ? ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, ഓപ്ഷൻ എ whom, ഓപ്ഷൻ ബി why, ഓപ്ഷൻ സി when. ഇതിൽ മൂന്നിൽ ഏതാണെന്നൊന്ന് പറയാമോ? ഞാൻ ചോദിച്ചോട്ടെ ഓരോരുത്തരോടും. ഓക്കെ, അപ്പൊ രഞ്ജിനി രാമചന്ദ്രൻ ഒന്ന് പറയാമോ? ഇതിന്റെ ആൻസർ എന്ത് വരും? whom ആയിരിക്കോ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗുഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ, the person dash I spoke to
I spoke to was the person dash I spoke to was the CEO of the company. ടൈപ്പ് ചെയ്തിട്ടുണ്ടേ, ഒന്ന് നോക്കിക്കോ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആവുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് പറയാലോ അല്ലെ. എ whom, B why, C when. The person dash I spoke to was the CEO of the company. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? whom ആയിരിക്കോ, why ആയിരിക്കോ, when ആയിരിക്കോ? ആരെങ്കിലും ഒന്ന് പറയാമോ ആൻസർ? വിളിക്കണ്ടല്ലോ. whom കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി തേർഡ് വൺ, the day dash വിസ്മയ, കേൾക്കുന്നില്ലല്ലോ. ഇല്ല. there is an error in this. ഒന്നും ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സോറി കേട്ടോ, എന്റെ ഫോൺ ഒന്ന് ഹാങ് ആയി പോയതാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോറി. അപ്പൊ തേർഡ് വൺ പറയേ. ഹലോ, the day dash we was the day dash we met was memorable. സൗണ്ട് കുറവാണേ, കേൾക്കുന്നില്ല കൃത്യമായിട്ട്. കംപ്ലീറ്റ് ആയോ? The day dash we met was a memorable one. കഴിഞ്ഞായിരുന്നോ? ഒന്ന് തമ്പേരാവോ? കഴിഞ്ഞ ഒന്നുകൂടി പറയാമോ? അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് പറയാലോ. എ whom, B why. ക്വസ്റ്റ്യൻ കേട്ടില്ല. കേട്ടില്ലായിരുന്നു അല്ലെ? തേർഡ് വൺ ഏയ്. അപ്പോ ഡൺ ചെയ്തായിരുന്നല്ലോ. അതിടയ്ക്ക് കൂടും പോലെ തേർഡ് വൺ ഒന്നുകൂടെ പറയാമേ. The day dash we met, the day
dash we met. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. The day dash we met was a memorable one. ഇപ്പൊ മിറിയ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഇതിന്റെ ഓപ്ഷൻസ് തരട്ടെ. A whom, B why, C when. ഇതിൽ മൂന്നിൽ ഏതായിരിക്കും? The day dash we met. Yes. When കറക്റ്റ് ആണ് കേട്ടോ. ഇനി ഫോർത്ത് വൺ പറഞ്ഞോട്ടെ. യെസ്, കറക്റ്റ് ആൻസർ ആണ് when. ഫോർത്ത് വൺ നമുക്ക് തുടങ്ങാവേ. The artist dash painting are famous worldwide. The artist dash painting are famous worldwide, comma, is holding an exhibition. കിട്ടിയായിരുന്നോ? The artist dash painting are famous worldwide is holding an exhibition. ഇപ്പൊ സനില മിറിയെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കി നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇത് കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞിട്ടൊന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, ഓപ്ഷൻസ് പറയാം. A why, B whose, C when. ഇത് ക്ലിയർ ആണല്ലോ? Whose, യെസ്, കറക്റ്റ് ആണ്. ഇനി ഫിഫ്ത്ത് വൺ. The person dash she was talking to. The person dash she was talking to is her best friend. The person dash she was talking to is her best friend. കിട്ടിയോ? ഓക്കെ, മിറിയ ടീച്ചർ ഇട്ടിട്ടുണ്ട് കേട്ടോ ടൈപ്പ് ചെയ്ത്. എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഹാങ് ആയി പോണ്ടിരിക്കുകയാണ്. എന്താന്ന് അറിയില്ല. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ ഓപ്ഷൻസ് പറയാം അല്ലെ. A why, B whom, C when. കറക്റ്റ് ആണ് കേട്ടോ. ഇനി സിക്സ്ത് വൺ നോക്കാം. The girl dash name is. The girl dash name is Sarah, comma, the girl dash name is Sarah, comma, is my best friend. കിട്ടിയെന്ന് വിചാരിക്കുന്നു. Is my best friend. The girl dash name is Sarah, comma, is my best friend. Okay അല്ലേ? ഇനി നമ്മൾ where, B, C whose.
അപ്പൊ ഏതായിരിക്കും ഇവിടെ വരുന്നത്? Whose. ഹൂസ്. Whose. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ ആരുടെ എന്നുള്ള അർത്ഥം വരും അല്ലെ? ആരുടെ പേരാണ് സാറാന്ന്? സാറാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ? ഓക്കെ. 7th one, the laptop I yesterday. The laptop dash I bought yesterday, comma, is very, the laptop dash I bought is very powerful. കിട്ടിയോ? കണ്ടല്ലോ അല്ലേ? ഇനി ഇതിന്റെ ഓപ്ഷൻസ് പറയാമേ. ഓക്കെ. മാം ഒന്നുകൂടി പറയൂ, സെന്റൻസ് കിട്ടിയില്ല. The laptop that I bought yesterday, comma, is very powerful. Is very powerful. കിട്ടിയോ റാഷിദ? ഓക്കെ അല്ലേ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഇടയ്ക്കിടയ്ക്ക് കട്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ മേരിയ ടീച്ചർ ടൈപ്പ് ചെയ്തിട്ട് അത് നോക്കാം. ഓക്കെ. അപ്പോ ഓപ്ഷൻസ് പറയാം. എ വിച്ച്, ബി ഹൂ, സി എൻ. Which is correct. The city dash I was born. The city dash I was born, comma, the city dash I was born is a, I was born, comma ഉണ്ട്, is a, ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ. The city dash I was born is a small town in the The city dash I was born, comma, is a small town in the countryside. In the countryside. Okay. മിരിയ ടീച്ചർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് പറയാട്ടോ. എ വേർ, A where, B when, C that. ഇതിൽ ഏതായിരിക്കും? പ്ലേസിനെ കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് 9th one ആണ്. The car dash was parked outside. The car dash was parked outside, comma, the car dash was parked outside, comma, belongs to my neighbor. The car dash was parked outside, comma, belongs to my neighbor. Belongs to my neighbor. കിട്ടിയാണോ? Okay. The car dash was parked outside, comma, belongs to my neighbor. Complete അല്ലേ? Okay.
എ ഓപ്ഷൻസ് പറയുവാണേ. എ വെയർ, ബി ഹൂ, സി ദാറ്റ്. അപ്പോ ഇവിടെ That. എന്തായിരിക്കും പറഞ്ഞത്? That. യെസ്, That. ദാറ്റ് ആണ്. അപ്പോ അനിമൽസ് ഓർ തിങ്സിന് റെഫേഴ്സ് ചെയ്യുന്നതാണ് അല്ലെ ദാറ്റും വിച്ചും. അപ്പോ ഇവിടെ എന്താ വരിക? ദാറ്റ് ആണ് വരുന്നത് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി 10th ആണ്. 10th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. ദ ഹൗസ് ഡാഷ് റൂഫ് വാസ് The house dash roof was damaged. The house dash roof was damaged in the storm. The house dash roof was damaged. ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? The house dash roof was damaged in the storm needs repairs. In the storm needs repairs. മിരിയ ടീച്ചർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. The house dash roof was damaged in the storm needs repairs. കംപ്ലീറ്റ് ആയോ? ഒന്ന് തമ്പേണേ. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് പറയാം. എ വെയർ, ബി ഹൂസ്, when, C when. Where? യെസ്, where ആയിരുന്നു വരുന്നത്. ഓക്കെ, ഇതുവരെ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ഓക്കെ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. ഒരു 5 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം അല്ലെ. ഇതുവരെ എല്ലാവരും കറക്റ്റ് ആയിരുന്നു കേട്ടോ ആൻസർ ചെയ്തത്. ഗുഡ്. അപ്പോൾ 11th വൺ ആണ്. The girl dash won the singing. The girl dash won the singing competition. The girl dash won the singing competition is my friend. The girl dash won the singing competition is my friend. മിരിയ മാം ഇട്ടിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയോ? അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് പറയാലോ, നോക്കാം. എ which, ബി what, സി who. യെസ്, കറക്റ്റ് ആട്ടോ, who ആണ്. നെക്സ്റ്റ് വണ്ണം പറയാലോ. 12th വൺ ആണ്. The car dash I bought. The car dash I bought the car
dash I bought last month is red. The car dash I bought last month is red. കിട്ടിയെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആയെങ്കിൽ തമ്പ് ചെയ്യാം. ഓക്കെ. The car dash I bought last month is red. ഓപ്ഷൻസ് പറയാം. A that, B what, C when. That. The next one. The school dash my sister. The school dash my sister. The school dash my sister attend is. The school dash my sister attend is known for. Its academic excellence. The school dash my sister attend is known for its academic excellence. കിട്ടിയോ? The school dash my sister attend is known for its academic excellence. കംപ്ലീറ്റ് ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. A who, B where, C which. ഇവിടെ എന്തായിരിക്കും? Where. എവിടെയായിരുന്നു അല്ലെ? സ്കൂളിലായിരുന്നു അല്ലെ? ഓക്കെ. നെക്സ്റ്റ് വൺ. The restaurant that the restaurant that we had the restaurant that we had dinner at. The restaurant that we had dinner at last night had the restaurant dash we had dinner at last night had delicious food. കിട്ടിയോ? The restaurant that we had dinner at last night had delicious food. ഓക്കെ. ഓപ്ഷൻസ് നോക്കാം അല്ലേ? എല്ലാരും റെഡി അല്ലേ? A where, B what, C whose. ഇതിലേതായിരിക്കും? Where. Okay. ഇനി നെക്സ്റ്റ് പറയുന്നത് 15th വൺ ആണ്. ലാസ്റ്റ് വൺ ആണ്. ലാസ്റ്റ് വൺ നോക്കാം. The boy dash won the race. The boy dash won the race. The boy dash won the race broke the record. The boy dash won the race broke the record. കംപ്ലീറ്റ് ആയോ?
ഓക്കെ, മിരിയ ടീച്ചർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവരൊന്ന് നോക്കാം. ദ ബോയ് ഡാഷ് വോൺ ദ റേസ് ബ്രോക്ക് ദ റെക്കോർഡ്. അപ്പോ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. എ വെൻ, ബി വാട്ട്, സി ഹൂ. ഹൂ അല്ലെ, ഒരു പീപ്പിളിനെ അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഹൂ വരുള്ളൂ അല്ലെ. വെൻ, വാട്ട്, ഹൂ. അപ്പൊ ഇതിൽ ഹൂ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇനിയും എക്സസൈസ് വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം നമുക്ക്. ഇതുവരെ എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് ആണ് തന്നത്. അതുപോലെ നമുക്ക് ഒന്നുകൂടെ ഒന്നത് പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസസിന്റെ എക്സസൈസ് ആണ് ചെയ്തത്. ഹൂ, ഹൂം, ഹൂസ് അതൊക്കെ റെഫർ ചെയ്യുന്ന എന്തിനാണ്? പീപ്പിൾ ഓർ പേഴ്സൺസിനെയാണ് അല്ലെ. സമറൈസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം അല്ലെ. വിച്ച്, ദാറ്റ് ഇതൊക്കെ എന്തിനായിരുന്നു? അനിമൽസ് ആൻഡ് തിങ്സിനെയാണ്. വൈ, വൈ എന്തായിരുന്നു റെഫർ ചെയ്യുന്നത്? റീസൺസിനെ ആയിരുന്നു. യെസ്. വെൻ എന്തായിരുന്നു? ടൈം. അതുപോലെ വേർ, വേർ എന്താണ്? പ്ലേസ്. ഇത്രയും നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ. ഇത്രയും നമ്മൾ എക്സർസൈസ് ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരും എല്ലാത്തിന്റെയും കറക്റ്റ് ആൻസേഴ്സ് തന്നു. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായെങ്കിൽ പോലും എല്ലാവരും കറക്റ്റ് ആയിരുന്നു പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ താങ്ക് യു. എല്ലാവരും ഇത്രയും നേരം നന്നായി തന്നെ കോപ്പറേറ്റ് ചെയ്തു. താങ്ക്സ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും സെന്റൻസ് കംപ്ലീറ്റ് ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു സുജിത. ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് സനല മാം ആയിരുന്നു. ഇന്നിപ്പോ എന്തായാലും സനല മാമിന്റെ ക്ലാസ് ഉണ്ടാവില്ല. നമുക്കിപ്പോ ഏകദേശം നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാറായല്ലോ. ഒരു 7 minutes അല്ലേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ, മാം ഇനി അടുത്തത് എന്റെ സെക്ഷൻ ആണ്. അപ്പോ എങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ് മതി. ഓക്കെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ക്ലാസ്? ഓക്കെ ആണോ? മാം നമ്മൾ ഇതിന്റെ കുറെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ മാം? നമുക്ക് പറ്റില്ലേ ഹൂ, ഹൂം, ഈ അഡ്ജക്റ്റീവിന്റെ ക്ലോസിന്റെ എക്സസൈസ് അല്ലേ മാം? നമുക്ക് ഫസ്റ്റ് ഹൂം, ഹൂസ് കുറെ ക്വസ്റ്റ്യൻ വെച്ച് തന്നിട്ടുള്ളത് അല്ലേ? അത് പ്രൊനൗൺ ആയി. റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രൊനൗൺസ്. അഡ്ജക്റ്റീവ് ക്ലോസ് ഞാൻ പറഞ്ഞു അത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ അല്ലേ? ഒരു ക്ലാസ്സും കൂടി ബാക്കിയുണ്ട്. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് എന്തായാലും ക്വസ്റ്റ്യൻ വരാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഫിഷ്ഡ് ആയിരിക്കും. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യണം. തന്നിരിക്കുന്ന സെന്റൻസ് ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ ഇതിലേക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോ നിങ്ങൾ ഈ റിലേറ്റീവ് പ്രോണൗൺ അതിൽ വരുന്നുണ്ട് എന്ന് മാത്രം, അല്ലാതെ റിലേറ്റീവ് പ്രോണൗണിനെ ഫോഴ്സ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ കൂടെ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോൾ കൺഫ്യൂഷൻ ആണ് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് വേണ്ടല്ല പറയാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതാണ് പറയുന്നത്, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇപ്പൊ ക്ലിയർ ആവും. ഓക്കെ മാം. റിലേറ്റീവ് പ്രൊനൗൺ ഒരുപാട് എക്സസൈസ് ചെയ്തില്ല, അപ്പൊ എനിക്ക് പെട്ടെന്ന് അതായിട്ട് കണക്ട് ആയി. കണക്ഷൻ ഒക്കെ ഉണ്ട്, പറഞ്ഞുതരാം. അത് സൈലർ കംപ്ലീറ്റ് ചെയ്യട്ടെ, അപ്പൊ കുറച്ച് ക്ലിയർ ആണ്. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഈസി ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ?
നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെ നമുക്ക് ക്ലാസ്സിൽ എത്താൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എല്ലാവരും ഇതുവരെ എടുത്ത എല്ലാ ടീച്ചേഴ്സും നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാത്ത വേറൊന്നുമല്ല കേട്ടോ, കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അതുപോലെ ഞാൻ കുറെ സംസാരിച്ച് വെറുതെ സമയം വേസ്റ്റ് ചെയ്തിട്ടും കാര്യം അതുകൊണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ, ടൈം ആയിട്ടുണ്ട്, വൈൻഡപ്പ് ചെയ്യാം. ശരി. As we come to the end of today's class, I thank to our teacher and students for their active participation and cooperation. Let's carry forward the lesson learned today and practice them in our daily lives. Vidya teacher and Vismaya teacher take today's class very beautifully about adjective clause, and Vismaya teacher gave more examples for that. Thank you, teachers. Thank you all and have a wonderful day ahead. Thank you. Okay, so thank you all. See you on the next class. Okay, bye to all. Thank you, ma'am. Thank you. Thank you. Thank you, ma'am.